എല്ലാ പ്രാവശ്യവും ഈ മിററിൻ്റെ മുമ്പിൽ നിന്നിട്ട് നമ്മൾ എവിടേക്ക് പോക്ക്, ഊട്ടിക്കാണ് പോക്ക്. ഇപ്രാവശ്യം നമ്മളത് മാറ്റി പിടിച്ചിരിക്കണം. നമ്മൾ വെൽക്കം ടു മൈസൂരാണ് വേണ്ടി പോകട്ടെ. സമയം 6:10 നമ്മൾ കുറച്ച് ലേറ്റ് ആയിക്കണം. അപ്പോൾ ഇനി ബാക്കി ഞാൻ പറഞ്ഞുതരാം. എന്തായാലും നമ്മളെ കുറച്ച് ടീംസുകളുണ്ട്, അവിടെ എത്തിയിട്ട് പറഞ്ഞുതരാം. സുപ്രഭാതം ബിഗ് ബോസ്, സുപ്രഭാതം. കുറേ കാലത്തിന് ശേഷമാണ് ഇത്ര രാവിലെ ഞാൻ നീക്കണം കേട്ടാ. അതിൻ്റെ സന്തോഷമുണ്ട്. ഈ സമയം കണ്ടിട്ട് കുറേ കാലങ്ങളായി. റൂഹാങ്കിളി അറിയുന്ന അവിടെ ഇരുന്നിട്ട് വേണ്ടൊന്നും ആയിട്ടില്ല. ഇതാണ് സെഫൽ തിരിഞ്ഞ ഒരു ഹായ് കാണിച്ച. ഹലോ ഹായ്. ഇതാണ് നമ്മളെ ഇട്ടിലാക്കൽ. ഹായ്. നമ്മൾ പോട്ടെ, നമ്മൾ ട്രെയിനിലാണ് പോകണല്ലേ. ഒരു യാത്ര പോകണം. ലോങ് സർപ്രൈസ്. അതെ, ബിപിഎങ്ങാടിനോട് തൽക്കാലം ടാറ്റ പറയല്ലേ. ബിപിഎങ്ങാടിന് ടാറ്റ പറയുക. വെൽക്കം ടെക്സ്റ്റൈൽസ് ബിപിഎങ്ങാടി. ഈ കാണാട്ടെ എൻ്റെ ഷോപ്പ്. ഇതാ പോണം. വെൽക്കം ടെക്സ്റ്റൈൽസ് ബിപിഎങ്ങാടി. ആദ്യം പോണത് കോഴിക്കോടാണ്. കോഴിക്കോട് പോയതിന് ശേഷം അവിടുന്ന് ബസ്സിനാണ് നമ്മൾ പോണത്. നമ്മൾ ടീം മാനേജറായ സെഫർ നടന്നുകൊണ്ടിരിക്കുന്നു. ഹലോ ഗൈസ് വേണ്ടല്ലോ, ഒറ്റ പ്രാവശ്യം പറയാൻ പാടില്ല. ഹലോ ഗൈസ് കടല്ലേ. റെയിൽവേൻ്റെ ആ ഈ അനൗൺസ്മെൻ്റ് ഒക്കെ ഭയങ്കര രസമായിട്ടാണ്. നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നു. സെഫലിൻ്റെ ഇപ്പുറം ഇട്ടിലാക്കൽ ഇവിടെ നടക്കുന്നു. ഇട്ടിലാക്കലിൻ്റെ സത്യം പറയാം, ഇട്ടിലാക്കലിൻ്റെ ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോലെയാണ് മൈസൂർ. ആദ്യമായിട്ടാണ് വരുന്നത്. ആകെ ലോങ് ട്രിപ്പ് അടിച്ചിട്ടുള്ളത് വയനാട് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ഓനെ സംബന്ധിച്ചൊരു ഇത് ഇന്റർനാഷണൽ ട്രിപ്പ് എന്നല്ലടാ അല്ലേ. ആദ്യമായിട്ടാണ് ഇത്ര ദൂരം പോണത്. ഇതിനൊക്കെ കാരണക്കാരൻ ആരാണ്? സഫലല്ലേ കാരണക്കാരൻ ഞാൻ തന്നെ. വേറെ ആരാ? ഇപ്പോൾ പ്ലാറ്റ്ഫോം 1 പോയിട്ട് അവിടുന്ന് എക്സിറ്റ് അടിക്കണം. ഇപ്പോൾ ഒരു ട്രെയിൻ വന്നിരിക്കുന്നു. ഇത് നേത്രാവതി എക്സ്പ്രസ്. ഞങ്ങൾ മൈസൂരൊക്കെ അടിച്ചു പൊളിച്ചതിന് ശേഷം ഓക്കെ ജലീൽ. ഓക്കെ ബൈ. അപ്പോൾ വീണ്ടും കാണുന്നുണ്ട് കേട്ടോ. ടാറ്റ. അങ്ങനെ ബസ്സിൽ കയറിയിരിക്കുന്നു. മൈസൂരിക്കുള്ള ബസ്സിൽ കയറിയിരിക്കുന്നു. ഇട്ടിലാക്കലിപ്പുറം തലക്ക് എനിക്ക് വിൻഡോ സീറ്റ് തന്നെ വേണം. അത് ഈ വിൻഡോ സീറ്റ് തന്നെ എനിക്ക് എന്തിനാ കാഴ്ചകൾ കണ്ടുപിടി പോകും. പക്ഷെ എനിക്ക് അത്ര കാഴ്ച കാണുന്നില്ല. എങ്ങനെയുണ്ട് ട്രിപ്പ് വന്നത്? ഇഷ്ടമായ നമ്മൾ ബസ്സിൻ്റെ ഏറ്റവും ബാക്ക് സൈഡിലായിരിക്കണം കേട്ടോ. സെഫൽ ഇത് ആസ്വദിച്ചോണ്ടിരിക്കുന്നു. സെഫൽ ഇഷ്ടമായ? ഞങ്ങളെ ടീം മാനേജറാണ്. ഞങ്ങളെ ട്രിപ്പിൻ്റെ ടീം മാനേജർ വെൽക്കം ടു വയനാട്. വയനാട് ചുരത്തിൻ്റെ മേലക്കൂടാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട്? എനിക്ക് വ്യൂ വേണമെന്നുണ്ട് തലക്കിരുന്നത്. വ്യൂ കണ്ട് ആസ്വദിക്കണ്ട. അവിടെ കാണിക്കണമെന്നില്ല. അവിടെ നമ്മൾ കുറേ പ്രാവശ്യം കാണിച്ചതാണ്. എങ്ങനെയുണ്ട്? വ്യൂ ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ട പല മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ബ്ലോക്കിലെ ആ വ്യൂസ്. അതെ, ആ വ്യൂ കാണിച്ചാൽ അതാ കാണുന്നതുകൊണ്ട് അടിപൊളി വ്യൂ ഉണ്ട് അവിടെ. പക്ഷേ നമ്മുടെ ക്യാമറയിൽ കൂടെ അത്ര തന്നെ കാണുന്നില്ല. ഇട്ടിലാക്കലിൽ വിചാരിച്ചെങ്കിൽ ഇട്ടിലാക്കൽ വരണമെന്ന് വിചാരിച്ചിരിക്കണം അല്ലേ. സെഫൽ ഇപ്പോഴും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കട്ടെ. സെഫലിന് തലക്കത്തെ സീറ്റിൽ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ തന്നെ. KSRTC കുറേ ആളുകളുണ്ട്. അങ്ങനെ കുറേ നേരത്തിന് ശേഷം ബസ് ഇപ്പോൾ സുൽത്താൻ ബത്തേരി എത്തിയിരിക്കുന്നു. സുൽത്താൻ ബത്തേരി നമ്മൾ ഗ്ലാസ് വെള്ളമൊക്കെ വാങ്ങിച്ച്. എങ്ങനെയുണ്ട് യാത്ര? നമ്മൾ പ്രതീക്ഷിച്ചത് 2:30 അടുത്തുന്നത്. പക്ഷെ കുറേ ലേറ്റായിപ്പോയി. ഇവനക്കാണെങ്കിൽ ഛർദ്ദിക്കാനും വരുന്നുണ്ട്. അതിൻ്റെ ചെറിയൊരിതുണ്ട്. റെഡിയാവും, പേടിക്കണ്ട. ഗുഡ് മോർണിംഗ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. മൈസൂരിലെ ഡേ 1 ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇന്നലെ ഞങ്ങൾ വന്നതിന് ശേഷം റൂമൊക്കെ കിട്ടി. ഇന്നലെ ചുരത്തിൽ ഭയങ്കര ബ്ലോക്ക് ചെയ്തിട്ട്, അത് കാരണം നമ്മൾക്ക് പ്ലാനിങ് എല്ലാം മൂഞ്ചി ഗായ്സ്. അപ്പോൾ ആ പരിപാടിയുടെ അതെല്ലാം നടന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ട് നമ്മൾ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി രാവിലെ തന്നെ ഇന്നലെ നമ്മൾ വന്നതിന് ശേഷം നമ്മുടെ വണ്ടി ബുക്ക് ചെയ്തിട്ട്. അപ്പോൾ അത് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എക്സ്പ്ലോറിങ് മൈസൂർ. ഇട്ടിയുടെ
ഇട്ടിതവിടെ ഉണ്ട്. ഇട്ടി റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കട്ടോ. ഇട്ടിക്ക് ഇഷ്ടമായി. ഫസ്റ്റ് ടൈമാണ് ഇട്ടി ലോങ് ഡ്രൈവ് വരുന്നത്. അതിന്റെ സന്തോഷം നന്നായിട്ട് ഇട്ടിന്റെ മുഖത്തുണ്ട്. ഇട്ടി എങ്ങനെ ഉണ്ടായിരുന്നു? ഇട്ടിലാക്കൽ എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നലെ മുതൽ ഇന്നലെ എങ്ങോട്ട് എത്തിയ ജേണി എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ഇഷ്ടമായി. അപ്പൊ ഇനി ബാക്കി നമുക്ക് കാണാം. നമ്മൾ ആദ്യം പോണത് എവിടേക്കാണ് സഫല? ആദ്യം പോണത് ചാമുണ്ടി ഹിൽസ്. ചാമുണ്ടി ഹിൽസ്. നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് നമ്മളാ കൊട്ടാരം മൈസൂർ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മളെ മൈൻഡിൽ ഓടി വരുന്ന ഏത് സാധനമാണ്? മൈസൂർ പാലസ്, പിന്നെ സൂ. അപ്പോൾ ഇത് രണ്ട് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി പോയിട്ട് ആദ്യം ചായ കുടിക്കട്ടെ. ചായ കുടിച്ചതിന് ശേഷം കാണാം എന്താണ് ഇവിടുത്തെ രാവിലത്തെ ഫുഡ് ഐറ്റംസ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ, നമ്മൾ ഇന്ന ഹോട്ടലിട്ടാ. ഹോട്ടലിൽ കുഴപ്പമില്ല. എങ്ങനെയുണ്ട്? ഒരു കുഴപ്പമില്ല. അത്രേ ഉള്ളൂ. നമ്മളെ വെൽക്കം ടു മൈസൂർ. മൈസൂരിൻ്റെ സുപ്രഭാത കാഴ്ചകളാണ് നിങ്ങൾ കാണാൻ വേണ്ടി പോണത്. ഇപ്പം സുപ്രഭാതം ബിഗ് ബോസ്. ആയിഷ് ഇവിടെ നല്ലൊരു വണ്ടി എടുക്കണ്ടല്ലോ. തമിഴ് തെലുങ്ക് എഴുതിച്ചിട്ടുണ്ട്. കന്നഡ വാ. ഇന്നലെ രാത്രി ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ ഫുൾ ആൾക്കാരാണ്. ഇപ്പം എല്ലാവരും പോയിരിക്കുന്നു. രാവിലെ ആയതുകൊണ്ടായിരിക്കാം. സംഭവം രസമുണ്ട്. ഒരു സ്ട്രീറ്റ് അൽഫിലോമിന ചർച്ച്. എങ്ങനെ? അൽഫിലോമിന ചർച്ച്. ഇതിൻ്റെ തൊട്ടടുത്ത് നമ്മൾ റൂം എടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മളുടെ ക്യാപ്പൊക്കെ ഇട്ടിരിക്കുന്നത് സെഫലിൻ്റെ ക്യാപ്പാണ്. സെഫൽ അടിപൊളി. ഇഷ്ടമായില്ലേ? സുഹൃത്തുക്കളെ ഞങ്ങളങ്ങനെ ഒരു മസാല ദോശ കഴിച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യട്ടാ. അതിനിടെ കൂടെ വണ്ടിക്കാരൻ വിളിച്ചുകൊണ്ട് മസാല ദോശേൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇവിടുത്തെ മസാല ദോശയ്ക്ക് ഭയങ്കര കട്ടി കൂടുതലാണ് അല്ലേ? ഭയങ്കര കട്ടി കൂടുതൽ. പക്ഷെ ടേസ്റ്റ് ഉണ്ട്. വയറും നിറഞ്ഞു മനസ്സമാധാനമായി. അപ്പോൾ അതിനിടെ വണ്ടി വന്നിരുന്ന്. വണ്ടി ഇപ്പോൾ വേറെ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന് തൊട്ട് മുമ്പിൽ തന്നെ നിൽക്കാൻ വേണ്ടി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. സുപ്രഭാതമാണിപ്പോൾ. മൈസൂരിലെ സുപ്രഭാതമാണ് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ടാവും? നമ്മൾ ബസ്സിൽ കയറിയിരിക്കുന്നു. ഇതാണ് നമ്മുടെ ബസ് മാനേജർ. നമ്മളെല്ലാ സ്ഥലങ്ങളും കൊണ്ടുപോയി കാണിച്ചു തരാൻ പോകുന്ന ആൾ തന്നെ. എങ്ങനെയുണ്ട് നോക്കാം. നാളെ നമ്മൾ കുറെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടാ. പക്ഷേ ഈ ജഗന്മാൻ പാലസ് എന്താണ് കേട്ട്, അതാണ് ഇപ്പൊ ഒറിജിനൽ പേര് തോന്നുന്നത്. നമ്മൾ പുതിയൊരു ഗ്ലാസ് ഒക്കെ മേടിച്ചിട്ടാ. നമ്മൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ ട്രിപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് തന്നെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യേണ്ടത്. അതൊക്കെ നമുക്ക് വെറുതെ കാര്യമാണ്. നമ്മളെ എനിക്കൊരു ഗ്ലാസ് ഉണ്ട്. അതിൻ്റെ വണ്ടി ഇതിലുണ്ട്, പേഴ്സിലുണ്ടൊക്കെ തരും. കുറച്ച് നമ്മൾ ഫുള്ള് ടൂറിസ്റ്റുകൾ. നമ്മളിപ്പോൾ ഫുള്ള് റിച്ചായിട്ട് നടക്കണം. റിച്ചായിട്ട് 5 കായില്ലെന്നുണ്ടെങ്കിലും നമ്മൾ റിച്ചായിട്ട് നടക്കണം അല്ലേ? അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളെ വണ്ടി അതാ നിൽക്കുന്നു. നമ്മളെ നരിക്കുനിയാണ് നിൽക്കുന്നത്. എന്താണ്? നരിക്കുനി. മിനി നരിക്കുനിയാണ് നിൽക്കുന്നത്. ഇനി അതിലായിരിക്കും നമ്മൾ പോകട്ടെ. ഇവരെ കയ്യിൽ നിന്ന് മേടിച്ചെന്ന് വെച്ചാൽ നല്ല ഫോട്ടോഗ്രാഫി ആയിട്ടാണ്. എനിക്ക് കുറച്ച് ഫോട്ടോ ഇട്ട് നിൽക്കുന്നു. അപ്പോൾ എനിവേ കാണാം. ഇതാണ് പാലസ്. അടിപൊളി സാധന. അപ്പോൾ അടിയെന്നുള്ള വ്യൂ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ബസ് ഇവിടെ കൊടുത്തിട്ട് ആൾക്കാരെ ഇതാക്കിച്ചിരിക്കണം. എവിടെ ഉള്ളത്? മൈസൂർ സൂ. നമ്മൾ മൈസൂർ സൂ കാണാൻ വേണ്ടി റെഡി ആയിരിക്കുന്നു. കുറെ ചേച്ചിമാരുണ്ട്. അവരൊക്കെ നമ്മൾ പരിചയപ്പെട്ട്. സൂവോളജി ഗാർഡൻസ് പോലെ കാണാൻ പോകുന്നത് മൈസൂർ സൂവിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കേട്ടോ. അപ്പോൾ എല്ലാം ഞാൻ സ്പീഡാക്കിയിട്ട് കാണിച്ചു തരാം. കുറേ സമയമായിട്ട് നമ്മൾ വ്ളോഗ് നിർക്കണം. നമ്മളിങ്ങനെ കണ്ട് ആസ്വദിച്ച് മറന്നു പോയി കാര്യങ്ങളൊക്കെ. ഇതാണ് വീരപ്പന്മാർ. ഇതാണ് നിൽക്കുന്നു ആനക്കൂട്ടം. ഇട്ടിലാകല എങ്ങനെയുണ്ട് അവസ്ഥ? ഇഷ്ടമായി? അടിപൊളി. അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മൂന്നാളിങ്ങനെ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കട്ടെ. മൈസൂർ സൂവിലുള്ളത്. ഇനി നമ്മൾ കുറേ കാണാനുണ്ട്. അത് ഞാൻ കാണിച്ചു കൊടുത്തു. കുറച്ചധികം സമയം കാണിച്ചു കൊടുത്തു. ഇനി ആയിക്കോട്ടെ. ഇവർ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ കണ്ടിരിക്കണം. ആനക്കൂട്ടം. ഒന്നും മുന്നില്ല. ഇടഞ്ഞ കൊമ്പനല്ല. കാട്ടുപോത്ത്. ഇത് കാട്ടുപോത്ത്. ഇപ്പുറം തൊട്ടടുത്ത് കാണുന്നത് എന്താണ്? സെഫൽ. ഇത് ഇട്ടിലാക്കൽ. ഇത് ഹബീബ്. ഞാൻ ഇപ്പുറത്ത് കാണാൻ ആരാ നോക്കൂ? ആന ഞാൻ കാണിച്ചു തരാം. ആന ഇതാ നിൽക്കുന്നു. ഇതാണ് കൊമ്പനാനാണ് ഈ നിൽക്കുന്നത് കേട്ടോ. കണ്ട ഫൈനലി നമ്മൾ കണ്ടിരിക്കുന്നു ജിറാഫിനെ കണ്ടിരിക്കുന്നു. അതാ ഹൈറ്റിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. ഇതോടുകൂടി നമ്മളെ അവസാനിച്ചിരിക്കുന്നു. സൂ അവസാനിച്ചിരിക്കുന്നു. ഇട്ടിന് മുന്നേ എപ്പോഴും കണ്ടിട്ടുണ്ട് ജിറാഫിനെ.
ഇല്ല. സെഫിൽ കണ്ടിട്ടുണ്ടോ? ഇതിനെ കണ്ടിട്ട് ആദ്യമായിട്ടാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കണ്ടത്. ഞാൻ ആകെ ആഗ്രഹിച്ചത് ഇതിനെ കണ്ടത്, ബാക്കിയുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട് കുറേ കേട്ടാ. അപ്പോൾ ഇനി നമ്മൾ അടുത്തത് പോകുമ്പോൾ എടുക്കുന്ന അറിയാം. എവിടേക്ക് പോണത്? അടുത്ത മൈസൂർ പാലസ്. വെയിറ്റിംഗ് ഫോർ ദ അടുത്ത ഡെസ്റ്റിനേഷൻ. എന്താ നോക്കും, കുറേ കാലമായിട്ട് നമ്മൾ ആഗ്രഹിച്ചൊരു സ്ഥലമാണ് അവിടെ പോകണമെന്ന്. അതുമാത്രമല്ല അവിടുന്ന് കുറേ ഫോട്ടോ എടുക്കണമെന്ന് കുറേ ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഷർട്ടൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അവിടെ എത്തിയിട്ട് കാണാം. ഞാൻ എവിടെ നമ്മൾ വേറെ പോകണം. ഇപ്പോൾ എടുക്കാൻ പോകണമെന്ന് അറിയോ? ബസ്സിൽ കയറാൻ വേണ്ടി പോകണം. അതിനുശേഷം എന്താണ് എക്സ്പ്രഷൻ ഒന്നും ഇടാത്തത്? ഹാപ്പി ഇങ്ങനെ ഒന്നുകൂടെ ചിരിപ്പിച്ചോന്നെ. ഇങ്ങനെ ഞാൻ ചിരിച്ചു വന്ന്. ഒരു എക്സ്പ്രഷൻ ഇല്ലാത്ത മനുഷ്യനാണ്. തുഴഞ്ഞ് ഞങ്ങൾ പോയിട്ട് രണ്ടൊരു ഇവർക്ക് എല്ലാതും ഇങ്ങനെ ആസ്വദിക്കണം. ജിറാഫിനെ കാണാതെ ജിറാഫിനെ കണ്ട് ആസ്വദിച്ച് പോകണം. എവിടെ വന്നാലും അങ്ങനെ. അതിനേക്കായി മുന്നായിട്ട് വണ്ടി പോകാൻ ചാൻസ് ഉണ്ട്. വണ്ടി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജിറാഫും ഇല്ല, ഒന്നുമില്ല. പൈസ കൊടുക്കേണ്ടടുത്ത് കൊടുക്കും. അടിപൊളി പൂരിയൊക്കെ ഉണ്ട് ഇതിൻ്റെ കൂടെ കഴിക്കാൻ. ഇവരെന്നോടും സൗത്ത് ഇന്ത്യനാണ് കഴിച്ചിട്ടുള്ളത്. ഇവരെന്താ കഴിച്ചുകൊണ്ടിരിക്കണേ. സോ ഞാൻ കഴിക്കട്ടെ. ഞങ്ങൾ ഫുഡായി കഴിച്ചതിൻ്റെ ശേഷം ഇപ്പം ഞങ്ങളിങ്ങനെ ബസ്സിൽ കയറി വിശ്രമത്തിലാണ്. നമ്മൾ നെക്സ്റ്റ് എവിടേക്കാന്ന് പറയാൻ പോണത്? ചാമുണ്ഡി ഹിൽസ് അല്ല പോണത്. നമ്മളെ പാലസ് നമ്മൾ പാലസിൽ പോകേണ്ടി പോകും. അവിടെ എത്തിയിട്ട് ആദ്യം നമ്മൾ വെച്ച് പാലസിൽ പോകുന്ന കേട്ടോ. പാലസിലല്ല പോകണത്. നമ്മൾ ചാമുണ്ഡി ഹിൽസിൽ പോയിട്ട് നമ്മൾ കണ്ടതിന് ശേഷം നമ്മൾ ഒരു അരമണിക്കൂർ സമയമുള്ളൂ. അതിൻ്റെ മുന്നിൽ തന്നെ തിരിച്ചു വരുന്നതായിരിക്കും. നമ്മളെ കൂടെ വന്നവരൊക്കെ നടക്കുന്നു. ഇവിടെ ഭയങ്കര ചൂടാണ്. കേൾക്കാം. അവിടെ ഒരു അമ്പലമാണ്, ചാമുണ്ഡി ഹിൽസിന് മേലുള്ള ക്ഷേത്രം. അത് കാണിക്കാം. ഇതാണ് ചാമുണ്ഡി ക്ഷേത്രം. ഓക്കെ, കണ്ടില്ലേ? നല്ല ഭംഗിയായിട്ട് കാണാൻ. ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. നിറച്ച ആൾക്കാർ, ഭക്തരുടെ തിരക്കാണ് ഇവിടെ ഫുള്ള്. എന്താ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? വ്യൂ ഉണ്ടല്ലോ അടിപൊളി. ഇങ്ങനെ ചാമുണ്ഡി ഹിൽസും ചാമുണ്ഡി ക്ഷേത്രമൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ പോലെ വന്നിട്ടിരിക്കട്ടെ ബസ്സിൽ. ഞങ്ങളെ കൂടെ കുറേ ആൾക്കാരുണ്ടല്ലേ. വെയിറ്റ് ചെയ്യാണ്. അരമണിക്കൂറാണ് അവരോട് സമയം പറഞ്ഞത്. അപ്പോൾ ഒരു ക്ഷേത്രത്തിനുള്ളവർക്ക് കാരണം എന്ന് പറഞ്ഞു. നമ്മൾ ക്ഷേത്രത്തിൻ്റെ പുറത്തുനിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട് വന്നിട്ട്. അപ്പോൾ കുറച്ചേരം ഇങ്ങനെ ഇരിക്കുകയാണ്. ഞങ്ങൾ ഫ്രീ ആയിട്ട് ഇനി നാളെ എവിടെ പോകും എന്നുള്ള തീരുമാനം ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. വയനാട് കറങ്ങണമെന്നുണ്ട്. വയനാട് മാനേജർ പറഞ്ഞാൽ പിന്നെ നമ്മളതിൻ്റെ അപ്പുറമില്ല. വയനാട് വൈത്തിരിയ എവിടെ ആണെങ്കിലും കറങ്ങുമ്പോൾ എന്താണ് അടിപൊളി. മനസ്സും ശരീരവും ഒക്കെ ഫ്രീ ആയിട്ട് ഇങ്ങനെ വന്നൊരു ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഫ്രീ ആയിട്ടിരിക്കുന്നുണ്ട്. എൻ്റെ ബാഗ് ഇതവിടെ ഇരിക്കുന്നു. ഈ ബാഗിൽ 2-3 ഡ്രസ്സ് ഉണ്ട്. എടുത്തിട്ട് ഇങ്ങനെ മാറിയ ഫോട്ടോ എടുക്കും. ഇപ്പോൾ 2 ഡ്രസ്സ് ഇട്ട് ഞാൻ ഇനി 2 സ്ഥലത്ത് വരുമ്പോൾ ഡ്രസ്സ് മാറിയിട്ട് എടുക്കും, എന്നിട്ട് ഫോട്ടോ എടുക്കും. അതാണ് എൻ്റെ പരിപാടി. പ്ലാനിങ് നടന്നാൽ മതിയായിരുന്നു എന്ന് വിചാരിക്കുന്നു. ഇട്ടിലാക്കൽ ഇട്ടി സുഖല്ലേ? സുഖം. ഓക്കെ, നമ്മളെ മാനേജറാണ് ആ പോണത്. ഇതാണ് ഈ ബസ്സിൻ്റെ മാനേജർ സഫൽ. വ്യൂ കണ്ടോ? വ്യൂ ഉള്ള സ്ഥലത്ത് തന്നെ ഇരുത്തി എന്തിനാണെന്നറിയോ? ഇത് മൊത്തത്തിൽ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഫൈനലി നമ്മൾ വ്യൂ പോയിന്റ് എത്തിയിരിക്കുന്നു. അടിപൊളിയിലെ മൈസൂർ സിറ്റിയാണ് ഈ മൊത്തം കണ്ടിട്ട്. ഏതാ ഭംഗിയില്ലേ? എങ്ങനെയുണ്ട് സഫൽ? അടിപൊളിയല്ലേ? തിരുന്ന മൊമെൻ്റാണ് ഇപ്പോൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മളെ ലക്ഷ്യം കേട്ടോ. ഇത് കാണുക എന്നുള്ളത് നമ്മളെ ലക്ഷ്യം. ഇതാണ് മൈസൂർ പാലസ്. അടിപൊളി. അടിപൊളിയില്ലേ? നല്ല രസമല്ലേ? അടിപൊളി, രക്ഷയില്ല. ഗായ്സ്, നമ്മളിപ്പോൾ ഉള്ളത് മൈസൂർ കൊട്ടാരത്തിൻ്റെ ഉള്ളിലായിട്ടാണ്. മൈസൂർ പാലസിൻ്റെ ഉള്ളിലാണ്. സഫലിൻ്റെ അഭിപ്രായത്തിൽ എങ്ങനെയുണ്ട്? മൈസൂർ പാലസ് വളരെ രസമുണ്ട്. കാണാൻ നല്ല ഭംഗിയില്ല. കാണാൻ അന്നത്തെ കാലത്തെ ആളുകളുടെ ചിന്താഗതികളൊക്കെ നോക്കില്ലേ? ഭയങ്കര ചിന്താഗതി. എമ്മ വലിയ കൊട്ടാരം. ഇറ്റലിയിൽ എങ്ങനെയുണ്ട്? സൂപ്പർ. അൽ ഫിനോമിന ചർച്ച്. നമ്മൾ ആക്ച്വലി ഇന്നലെ രാത്രി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിന്ന് കയറുന്നില്ല. നമ്മളിന്ന് പുറത്തു നിന്നിട്ടൊന്ന് കണ്ടുങ്ങാണ്ട് പോകാൻ തിരിച്ചു. നമ്മളെ കൂടെ ഒന്നവരൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ,
അതാ ഇവിടെ മൂന്നാളും ഗ്ലാസ് ഒക്കെ വെച്ച് അൽ ഫിനോമ ചർച്ച് എന്താ ഫിലോമിന ചർച്ച് ഫിലോമിന ചർച്ചിന് മുമ്പിലായിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഞങ്ങൾ ഇന്നലെ കണ്ടതുകൊണ്ട് രാത്രി ഞങ്ങൾ ഇന്നലെ കണ്ടതുകൊണ്ട് ഞങ്ങൾ തൽക്കാലം ഇപ്പൊ പോവാണ്. ഒരു രക്ഷയില്ല കാണാൻ. ഇന്ത്യത്തെ മൂന്നാമത്തെ ഏറ്റവും വലിയ പള്ളി അങ്ങനെ എന്തോ ആണ് ഇതിന് പറഞ്ഞത്. പിന്നെ പ്ലസ് നമ്മൾ അമർ അക്ബർ ആന്തോനി എന്ന് പറഞ്ഞ സിനിമയില്ലേ, ആ സിനിമ ഷൂട്ട് ചെയ്തതും ഇവിടെ വെച്ചിട്ടാണ്. അപ്പൊ തിരിച്ച് നമ്മളെ വണ്ടി കയറട്ടെ. ഇതിലാണ് നമ്മളെ മൈസൂർ മൊത്തത്തിൽ കാണിച്ചു തന്നിട്ടാ. SIRM ശക്തി, ഇതാണ് നമ്മളെ ബസ്. ഈ ബസ്സിൽ നമ്മളിപ്പോൾ തിരിച്ച് കയറാണ്. അപ്പോൾ ഇനി കാണാൻ പറ്റുമോ ഇല്ലയെന്ന് അറിയില്ല, ഇതിൽ കുറച്ചും കൂടെ ചാർജ് ഉള്ളൂ. മൈസൂരിലെ അവസാന കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതാണ് കർണാടക ഗാർഡൻ, അല്ല എന്താണ് ബൊട്ടാണിക്കൽ ഗാർഡൻ, ബൃന്ദാവൻ ഗാർഡൻ, ബൃന്ദാവൻ ഗാർഡൻ, ബൃന്ദാവൻ ഗാർഡൻ, ബൃന്ദാവൻ, നോട്ട് ദ പോയിന്റ്, ബൃന്ദാവൻ. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് കാണട്ടെ, കുറച്ച് ഫോട്ടോ എടുക്കട്ടെ. ഇതൊക്കെ തന്നെയാണ് നമ്മളെ പരിപാടി. ഇനിയും കൂടെ കണ്ടേക്കാം. സഫൽ, എങ്ങനെയുണ്ട് മൈസൂർ ട്രിപ്പിൻ്റെ ഒരു എൻഡ്? എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ? എനിക്ക് കുറച്ച് ഉറക്കെ പറയും. ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പറ്റിയതാണ്. അതെ, നമ്മളെ പ്ലാനിങ് ശ്രീരംഗപട്ടണൊക്കെ പോയി. ചരിത്ര പ്ലേസ്, ചരിത്രമായിട്ടുള്ള നമ്മള് കാര്യങ്ങളൊക്കെ ഒരുപാട് കണ്ട്. പിന്നെ അതല്ല ഓരോ മരിച്ച സ്ഥലങ്ങളൊക്കെ കണ്ട്. അതല്ല വന്നതും എല്ലാം കളറായില്ലേ. ഞാനാണ് മൈസൂർ പോവാന്ന് എന്നോട് പറഞ്ഞതെങ്കിലും വേറൊരു സ്ഥലം പറഞ്ഞത്. എവിടെയാണ് പറഞ്ഞത്? ഇജേടാ പറഞ്ഞത്? ഇവൻ പറഞ്ഞത് എവിടെന്നറിയോ? കാസർഗോഡ്. അവിടേക്ക് കാര്യം ഷൈനക്കാട്ടിയും കളറായില്ലത്. മാസോണം കളറോണം എന്ന് പറഞ്ഞ പോലെ സംഭവം അടിപൊളി. ഇവിടെ വെള്ളച്ചാട്ടം കേട്ടോ. ഇതാക്കാം. അങ്ങനെ മൈസൂർ സത്യം പറയാലോ എത്ര പ്രതീക്ഷയില്ല കേട്ടോ. പ്രതീക്ഷയെക്കാൾ ഹൈ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുറേ പ്ലാനിങ് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ നമ്മളെ മൈസൂർ ട്രിപ്പ് അടിപൊളിയായിരിക്കുന്നു. പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റാൻ മറന്നുപോയി, കാരണം ഫോൺ അപ്പോൾ അതിന് സ്വിച്ച് ഓഫ് ആയിപ്പോയി. അപ്പോൾ നമ്മൾ മൈസൂരിലെ നൈറ്റ് വൈബ് ആസ്വദിക്കാൻ വേണ്ടി പുറത്തിറങ്ങാണ്. അപ്പോൾ രാത്രി കാഴ്ചകളൊക്കെ നമ്മൾ കാണിച്ചു തരട്ടോ. പിന്നെ എക്സ്പെക്റ്റേഷൻ ഹൈ ആയിരുന്നു, അത് അറിയാലോ. കാരണം എൻ്റെ ഷോപ്പിൻ്റെ ഓണർ എന്നോട് ഫുൾ ഡീറ്റെയിൽസ്, ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് അവിടെ പോകുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും ഈ സാരിൻ്റെ ഇമാജിങ് മൊത്തത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാം സെറ്റായിരുന്നു, അതേപോലെ തന്നെ ഉണ്ടായിരുന്നു കാര്യങ്ങൾ. അപ്പോൾ ഇട്ടിതാ ഷൂ കിട്ടുന്നു. ഇട്ടിനെ കാണിച്ചു കൊടുക്കൂ. ഇട്ടി കാണിക്കൂ. നമ്മുടെ റൂം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റൂമാട്ടോ, വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റൂമാണ്. അപ്പോൾ എത്രയൊക്കെ തന്നെ കാണുള്ളൂ അല്ലേ സഫലെ? അതെ, ഞങ്ങളെ മാനേജറാണ് ഇപ്പോൾ ഞങ്ങൾക്ക് വീഡിയോ എടുത്തൊന്ന് സഹായിക്കണത്. മാനേജർ ഫുള്ള് വൈബ്. ഞാൻ സഫലിനെ കാണുന്ന ചെറിയ റൂമാട്ടോ, അങ്ങനെ വലിയ ലക്ഷറി ഒന്നുമല്ല. ഞാൻ സഫലിനെ കാണുന്ന കാലത്ത് സഫല് ഭയങ്കര ഒരു ഉൾവലിഞ്ഞ ക്യാരക്ടർ. ഇപ്പൊ ഫുള്ള് വൈബിന്റെ ആള് ഇവനാണ്. ഫുള്ള് ട്രിപ്പ് പ്ലാൻ ചെയ്യുക, അവിടെ പോവാ ഇവിടെ പോവാ. പ്ലാനിങ് മാനേജറാണ്. പക്ഷെ പോവാത്ത സ്ഥലങ്ങൾ കൊണ്ടുപോകണതൊക്കെ സഫലായിട്ടാണ്. ഞാൻ സത്യം പറയില്ല, ഞാൻ എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ കൊണ്ടുപോയി പോണ സ്ഥലത്തേക്ക് മാത്രമാണ് കൊണ്ടുപോയത്. ഇങ്ങനെ പല സ്ഥലത്തും കൊണ്ടുപോയി കാണിച്ചു തരുന്ന ആള് ഈ ഇരിക്കുന്ന ആളാണ്. അപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് മൊത്തം സഫലിന് തന്നെയാണ്. അപ്പോൾ ഇനി ഞങ്ങൾ പോയോക്കട്ടെ, എന്നിട്ട് രാത്രിക്കത്തെ ഫുഡൊക്കെ കാണിച്ചു തരട്ടെ, എന്താ കഴിക്കാൻ പോകണമെന്നൊക്കെ കാണിച്ചു തരാം. ഉച്ചക്കത്തെ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഉച്ചക്കത്തെ ഫുഡ് അടിപൊളി, നല്ലൊരു മീൽസ്. ഇവൻ അങ്ങനെ കഴിച്ചിട്ടില്ല, ഇട്ടിലാക്കിൽ അങ്ങനെ കഴിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ അടിച്ചു സൗത്ത് ഇന്ത്യൻ ഫുഡും നോർത്ത് ഇന്ത്യൻ ഫുഡും. നിങ്ങൾ സൗത്ത് ഇന്ത്യയിലും ഞാൻ നോർത്ത് ഇന്ത്യയിലും കഴിച്ചത്. രസം ഉണ്ടായിരുന്നില്ല. അപ്പം ഇതാണ് നമ്മൾ റൂം ഇട്ട ചെറിയൊരു റൂമാണ്. റൂമിൽ കൂടുതലും കാണിച്ചിരുന്നില്ല, ഇത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഓർഡർ ആക്കിയത് മസാല ദോശ, 11 ഫ്രൈഡ് റൈസ്. എന്താ കഴിച്ചത്? ചപ്പാത്തി. എങ്ങനെയുണ്ട് ഫുഡൊക്കെ? ഫ്രൈഡ് റൈസ് നല്ല ടേസ്റ്റ്. നമ്മളൊരു വെജിറ്റേറിയൻ ഹോട്ടലിട്ട് കയറിയിരിക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്കിഷ്ടമാണ് മസാല ദോശ. പുറത്ത് പോയി കഴിഞ്ഞാൽ മസാല ദോശ കഴിക്കാൻ എനിക്കിഷ്ടം. കാരണം ഇവിടുത്തെ മസാല ദോശയാണ് കറക്റ്റ് മസാല ദോശ, നമ്മളവിടുത്തെ പോലത്തെ അല്ല. അപ്പോൾ മൈസൂരിലെ ഡേ 3 ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ നമ്മൾ ഒറ്റ വ്ളോഗായിട്ടാണ് ചെയ്തത്. അങ്ങനെ ഇന്നലെ നമ്മളെ കൂടെ ട്രിപ്പ് വൈബാക്കാൻ വേണ്ടിയിട്ട് കുറേ ആളുകളുണ്ടായിരുന്നു.
കുറേ പാലക്കാടുള്ള LIC ഏജൻറ്റുകൾ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും റിട്ടയർ അധ്യാപകരൊക്കെയാണ്. അതൊക്കെ നല്ല കമ്പനി ആയിരുന്നത്. അപ്പം നമ്മൾ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഈ ഡ്രസ്സ് ഇന്നലെ ഇട്ടതാണ്, അത് നോക്കണ്ട. പക്ഷെ നമ്മളിപ്പോൾ റെയിൽ മ്യൂസിയത്തിൽ പോകട്ടോ. പിന്നെ അതിൻ്റെ ശേഷം നമ്മൾ നേരെ ഇവിടുന്ന് ഡ്രസ്സൊക്കെ എടുത്തതിൻ്റെ ശേഷം നമ്മൾ നേരെ വയനാട് പോകും. വയനാട് എവിടെയെങ്കിലൊക്കെ ഒന്ന് പോയിട്ട് നേരെ ബാക്ക് ടു ഹോം. എവിടെ ഇട്ടിനെ നോക്കാൻ വേണ്ടി പ്രത്യേകം വലിയമ്മ ഏൽപ്പിച്ചിട്ടുണ്ട്. നോക്കട്ടെ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. 2 ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. അത് മാത്രം ദന്തുത്തരാടോ. എന്തെങ്കിലുമൊക്കെ പറയണം ഇങ്ങനെ. വന്നത് അടിപൊളിയായിരുന്നു, എന്താണ് അവിടെ ഇന്ന കാഴ്ചകളൊക്കെ കാണാൻ പറ്റി, അങ്ങനെയൊക്കെയാണ് പറയേണ്ടത്. അടിപൊളി യാത്രയായിരുന്നു. ഞാനും ആദ്യമായിട്ടാണ് 3 ദിവസം നിൽക്കണം കേട്ടോ. എല്ലായിടത്തും പോയി. മറ്റേത് പിന്നെ പിന്നെ എല്ലായിടത്തും പോയി. കുറെ സ്ഥലം പോയിക്കണം വൃന്ദാവൻ ഗാർഡൻ. അപ്പൊ എല്ലായിടത്തും പോയിട്ട് ഇങ്ങനെ ഞങ്ങൾ ഇനി അടുത്തത് ഒരു സ്ഥലം കൂടെ ഇവിടെ കാണാന്ന് വിചാരിച്ചിട്ടാ. എന്താണ് സ്ഥലത്തിന്റെ പേര്? ഇവിടെ കാണാൻ പോണ സ്ഥലത്തിന്റെ പേരെന്താ? യെസ്. അപ്പോൾ അതും കൂടെ വന്നതിന് ശേഷം നമ്മൾ വയനാട്. ഞാൻ മേടിച്ചത് പൂരി, ഇവൻ വാങ്ങിച്ചത് ഇഡ്ഡലി. ഇപ്പം എൻ്റെ മസാല ദോശ ഇപ്പോൾ വരും കേട്ടോ. നമ്മൾ വെയിറ്റ് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ കണ്ട സ്ഥലം ഒരു 3-4 പ്രാവശ്യം കാണുന്നത് ആദ്യമായിട്ടാ. നമ്മളിപ്പോൾ ഉള്ളത് ഫിലോമിന ചർച്ചിൻ്റെ മുമ്പിലാണ്. സോ ഇത് നമ്മളെ ലാസ്റ്റ് ഡേ ആണ് ഇപ്പോൾ മൈസൂർ ഇട്ടാ. റെയിൽ മ്യൂസിയം ക്ലോസ് ആണ്, വ്യാഴാഴ്ച ക്ലോസ് ആണ്. അപ്പോൾ ഏതായാലും ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ ഇട്ട് വന്നതല്ല, അപ്പോൾ കുറച്ച് ഫോട്ടോ എടുത്തെങ്ങാണ്ട് പോകാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ എപ്പോഴാണ് വരികയെന്നൊന്നും പറയാനില്ല. ഇനിയിപ്പോൾ അടുത്ത കാലത്തൊന്നും ഞാൻ വരില്ല. സോ ഒരു അമേരിക്ക പോയ ടച്ച് ഇല്ല താങ്കൾക്ക് ഇപ്പോൾ കിട്ടുന്നതല്ല. ഇതൊരു യൂറോപ്യൻ പോലെ ഉണ്ട്, യൂറോപ്യൻ സ്റ്റൈലാണ് കാണുമ്പോൾ തന്നെ പള്ളി. അപ്പം ഇനി എന്തായാലും കുറച്ച് ഫോട്ടോ എടുക്കാം. നേരെ ബാക്ക് ടു മൈ ഹോം. അല്ല, വയനാട് 100 റുപ്യൻ്റെ ഗ്ലാസ്സാണ്. പക്ഷേ എത്ര ഉപകാരമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ കിട്ടുന്നുണ്ടാ? ഗ്ലാസ്സൊക്കെ വെക്കണം ഇടയ്ക്ക്. ഗ്ലാസ് വെച്ചോക്കാം. ഇട്ടിക്ക് വെച്ചോർത്താ നമ്മളെ പേരിട്ട്. ഇപ്പം എനിക്ക് നമ്മളെ പുതിയ പേരിട്ട് ഇട്ടി. ഇത് വെച്ചോ ഇട്ടിലാക്കാൻ. ആ ഗ്ലാസ്സിന് വെച്ചെടുത്താ ഓൾ കിട്ടിയെടുത്താ. അല്ല ഗ്ലാസ് ഗുഡ്. നിന്ന റൂമിനോടൊക്കെ ടാറ്റാബൈകൾ പറഞ്ഞിരിക്കുന്നു. നമ്മളിപ്പോൾ വയനാട് പോകട്ടെ. എനിക്ക് വയനാട് പോവാതിരിക്കാൻ വയ്യാന്നാണ് പറഞ്ഞു. വയനാട് പോവാണ്. KSRTC കയറിങ്ങാണ്ട് പോകും. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കല്ലോ. അപ്പോൾ മാനന്തവാടി പോയിക്കൊണ്ടിരിച്ചോളൂ. സെഫലും ഇട്ടി ബാക്കിയിരിക്കുന്നു. ആ ഇട്ടി സുഖല്ലേ? ഇട്ടിയെല്ലാം ഉറക്കിയത്. ഇട്ടിലാക്കൽ ഭയങ്കര ഉറക്കിയത്. ആ ഞാൻ ഈ സൈഡിലായിരുന്നു. കാണാൻ രസമുണ്ട്. അപ്പോൾ ഒരാൾക്ക് തേയിലാണ് കിട്ടേണ്ടത്. തേയില. അപ്പോൾ ഇങ്ങനെ കയറിക്കോ ഈ ഭാഗത്തു കൂടെ. ഇട്ടിക്ക് പൂതി എന്താണ് തേയില നടുന്ന് ഫോട്ടോ എടുക്കണം അല്ലേ? ഇതാണ് തേയില. ഇട്ടിൻ്റെ പൂതി നമ്മൾ തീർത്തിട്ടേ പോവുള്ളൂ. ഓക്കെ, ഉറക്കിട്ട് പറയ്. ഓക്കെ, നമ്മളിപ്പോൾ വയനാട് ഇങ്ങനെ അടിച്ചു പൊളിച്ചോണ്ടിരിക്കട്ടാ. നമ്മളിപ്പോൾ ഓട്ടോറിക്ഷയിൽ വന്നിട്ടുള്ളത്. ആ ചേട്ടനാണ് നമ്മളെ ഇങ്ങോട്ട് കൊടുന്നു കേട്ടാ. എന്താണ് മാനന്തവാടി പിലാക്കാവ് തേയിലത്തോട്ടാണ്. അപ്പൊ ഫുള്ള് തേയിലാണ് ഗായ്സ്. തേയില ആണല്ലേ. പ്രകൃതി ഭംഗി ഇങ്ങനെ ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളൊരിക്കലും മൈസൂരൊന്നും പോയാൽ പോരാ. അതിന് നമ്മളെ വയനാട്, നമ്മളെ നാടിൻ്റെ രസം വയനാട്. പക്ഷെ ക്ലൈമറ്റ് ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ എന്താ തീർച്ചയായിട്ടും ഊട്ടി പോകണം കേട്ടോ. ഊട്ടി പോയാലാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു ക്ലൈമറ്റ് കിട്ടുള്ളൂ. എന്നാലും ഇവിടെ വലിയ കുഴപ്പമൊന്നുമില്ല, ഒരു ചെറിയ കൂളിംഗ് ഉണ്ട്. കിട്ടി ഫസ്റ്റ് ടൈം ഇഷ്ടപ്പെട്ടു. ആഗ്രഹമൊക്കെ ഡ്രീം കം ട്രൂ എല്ലാം സക്സസ്ഫുള്ളി ഡൺ. ഫൈനലി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിരിക്കുന്നു. നമ്മൾ ലാസ്റ്റത്തെ ഫുഡ് കേട്ടാ, വയനാടൻ ഫുഡ് അല്ലേ? നമ്മൾ നല്ലൊരു റെസ്റ്റോറൻറ്റിൽ കയറിയിരിക്കുന്നത്. ഞാൻ ഓർഡർ ആക്കിയത് ഹണി, ഇപ്പം പെരി ഇപ്പം സാധാ കേട്ടാ കഴിക്കില്ല. തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. റെയിൽവേ സ്റ്റേഷനിലിട്ട് മുപ്പുള്ളത്
വടകര റെയിൽവേ സ്റ്റേഷൻ. നമ്മൾ കുറ്റിയാടി വഴിയാണ് വന്നത്. ഇനി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മളെ മാനേജർ ഇട്ടിരിക്കുന്നത്. നമ്മളെ ബാഗ് ഇതാ ട്രെയിനിൻ്റെ ടിക്കറ്റ് ധരിക്കുന്നുണ്ടാ. വെയിറ്റ് ചെയ്യണം. വടകര സ്റ്റേഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇതോടുകൂടി നമ്മൾ വ്ളോഗ് അവസാനിക്കുന്നതായിരിക്കും കേട്ടോ. കുറച്ചും കൂടി ട്രെയിനിലുള്ള കുറച്ചും കൂടെ വീഡിയോ എടുത്തുകൊണ്ട് നമ്മുടെ വീഡിയോ നമ്മൾ അവസാനിക്കുന്നതായിരിക്കും. അപ്പോൾ 3 ദിവസത്തെ ട്രിപ്പ് ഒറ്റ വ്ളോഗ് കൊണ്ട് നമ്മൾ കാണിക്കും അല്ലേ അല്ലേ? അതെല്ലാം കൂടി ഒരുമിച്ചിട്ട് തരാം. അതെ.